God's name be praised. അനുഗ്രഹീതമായ നല്ല ദിനത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God for this wonderful morning He has given to us. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ ദൈവം ഇന്ന് ഞങ്ങൾ ഇവിടെ നമുക്ക് നൽകി. God raised some wonderful testimonies in this place. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മൾ ദൈവദാസനിൽ നിന്ന് ഉത്തേജനമായി കേൾക്കുവാനിടയായി. We heard a timely message from the man of God. ഹല്ലേലൂയ. പ്രിയ ദേവദാസനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. I thank God for the family, wonderful family and the man of God that God has brought us. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ പ്രിയ ദേവദാസനിൽ നിന്ന് കൂടുതൽ ദൈവവചനങ്ങൾ നമുക്ക് ഈ സ്ഥലത്തും ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. May God give us the opportunity to listen from the man of God in the coming days from his from the word of God. കർത്താവ് അതിനെ സഹായിക്കട്ടെ. And may God help. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം. Let's be prayerful in a prayerful attitude in the presence of the Lord. അത് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ശ്രദ്ധയും എല്ലാം ദൈവവചനമാണ്. Your objective and your focus is the word of God. ഹല്ലേലൂയ. ഒരു വചനചിന്ത പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ നൽകിയത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ വളരെ സന്തോഷവാനാണ്. I want to share the word of God the Holy Spirit has put in my heart to you today. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹീബ്രു ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. We are going to read a very familiar scripture, Hebrews chapter 12 verses 1. നമുക്ക് അത് വായിച്ച ശേഷം വചനം ധ്യാനിക്കുവാൻ We will read it first and then we will meditate the word of As God. for us, we have this large crowd of witnesses around us. So then, let's rid ourselves of everything that we get in the way of the sin which holds on to us so tightly, and let us run with determination the race that lies before us. മലയാളത്തിൽ വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് മുൻപിലായി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക. Therefore, since we are surrounded by such a great cloud of witness, let us throw off everything that hinders and the sin that so easily entangles. Let us run with perseverance the race that is marked out for us. ആമേൻ. Amen. പ്രിയ കർത്താവേ, ഞങ്ങളെ ഈ വചനവുമായി തിരുസന്നിധിയിൽ അടുത്തു വരും. Father God, we come into your presence with the word of God that you've given അങ്ങ് us. ഞങ്ങളുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമാകയാൽ സ്തോത്രം. You are the King of kings and the Lord of lords. അവിടുന്ന് ഞങ്ങളെ ഒന്നും ഇല്ലായ്മയിൽ സൃഷ്ടിച്ചു. You created us from nothing. അർഹിക്കാത്ത നന്മകളൊക്കെ ഞങ്ങൾക്ക് നൽകി. You gave us blessings that we never deserved. ഇന്ന് പകലും ഞങ്ങളുടെ ഇടയിൽ അപ്പച്ചൻ ചലിക്കണമേ. Father God, move today morning in our midst, Lord. അങ്ങയുടെ വചനത്തിന് മുൻപിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ ഒന്ന് തിരുത്തി കുറിക്കുന്ന തക്ക വിധത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഇന്ന് പകലിലും ചെയ്തെടുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. Father God, I pray that today morning we will have an encounter with you that will rewrite the history of our lives. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഗതിഭേദം സംഭവിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. Father God, we pray that Father God, the Holy Spirit will work and move in a manner that will bring a change about in our ഈ lives. പകൽ അസാധാരണമായത് ഞങ്ങളുടെ നടുവിൽ ചെയ്തെടുക്കണമേ കർത്താവേ. Father God, do something great and mighty in our അങ്ങയുടെ lives. സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുകയാണ്. Father God, we earnestly thirst for your presence. ആത്മമണ്ഡലങ്ങൾ തുറന്ന് ഇന്ന് പ്രവർത്തികൾ അവിടുന്ന് വെളിപ്പെടുത്തണം. Father God, we pray that there be an open expansion to spiritual realm and be a work among us. കൃപയുടെ വചനം നിർമ്മലതയോടെ ശുശ്രൂഷിപ്പാൻ അധികാരപ്പെടുത്തണമേ. Father God, anoint Father God to speak the word with grace and truth, Lord Jesus. ഞങ്ങൾ ഓരോരുത്തരും കൃപയിൽ നിർത്തണമേ. Lord Father God, help us stand in the grace. യാചന കേട്ടല്ലോ യേശുവിൻ നാമത്തിൽ. Thank you for hearing our praise in Jesus' name. ആമേൻ. Amen. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നമുക്ക് ഹല്ലേലൂയ ധ്യാനിക്കാം. Let's prayerfully meditate the word of the Lord. വചനം വായിച്ചത് ഇങ്ങനെയാണ്. This is what the verse reads. ആകയാൽ നാമും Therefore, since we are സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും
ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട് surrounded by such a great cloud of witnesses, സകല ഭാരവും let us throw off everything, മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. so let us throw off anything that hinders and the sin that entangles, and let us run the race that is marked out for us. ഞാൻ ഈ പുസ്തകത്തിന്റെ ആമുഖമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് സമയം. I don't want to talk to you about the context and the history of the book of Hebrews. നമുക്കറിയാം വേദപുസ്തകത്തിന്റെ വിശേഷാൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പലതിനെയും ആലങ്കാരിക പദങ്ങളിൽ വർണ്ണിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. When you come to the New Testament, you can see that certain words have been used to describe figuratively. Hallelujah. Hallelujah. അങ്ങനത്തെ പല പദങ്ങളും ദൈവവചനത്തിൽ കാണുവാൻ There are so സാധിക്കും. many words that are used to explain something figuratively. ഏറ്റവും കൂടുതൽ ആലങ്കാരിക പദങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഹല്ലേലൂയ സ്വർഗ്ഗരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. The figurative word that Jesus Christ has used is the kingdom of God. സ്വർഗ്ഗരാജ്യം എന്താണ് എന്ന് സംബന്ധിച്ച പല വാക്കുകളും യേശു കർത്താവ് പറഞ്ഞപ്പോൾ ആലങ്കാരികമായിട്ടാണ് ഉപയോഗിച്ചത്. And when God wanted to share about the kingdom of God, he used many parables and different phrases to explain the kingdom of God. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തെ കുറിച്ചും പല പദങ്ങൾ കൊണ്ട് കർത്താവായ യേശു കർത്താവ് അതിനെ വിശകലനം ചെയ്തു. Even so, when it comes to spiritual life, God has used different words to explain what spiritual life is. എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. You remember that once Jesus said, you are the salt of the earth. അത് ആലങ്കാരികമാണ്. It's a figurative speech. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. It said you are the light of the world. അതല്ല ആലങ്കാരിക പദം. It is just an like a figurative word. ലേഖനങ്ങൾ പരിശോധിച്ചാൽ പത്രോസിന്റെ ലേഖനങ്ങൾ അതുപോലെ ആലങ്കാരിക പദങ്ങൾ ഏറെ കാണാൻ സാധിക്കും. If you look at the epistles, you will understand that Peter's epistles has a lot of figurative speech. എന്നാൽ ഏറ്റവും അധികമായ ആലങ്കാരിക പദങ്ങൾ ഉപയോഗിച്ചത് പൗലോസ് ശ്ലീഹയാണ്. But the one that is used most of the figurative speech is Paul. ധന്യനായ പൗലോസ് ശ്ലീഹ സഭയ്ക്ക് പല ആലങ്കാരിക പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. And Paul has used many figurative speeches to explain to the church. സഭയെ കാന്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. He says the church is bride. ഹല്ലേലൂയ. സഭയെ മണവാട്ടി, അതെ, bride എന്ന് പറഞ്ഞിട്ടുണ്ട്. Church is the bride. ഹല്ലേലൂയ. സഭയെ യേശുവിന്റെ ശരീരം എന്ന് അലങ്കാരികമായി Paul പറഞ്ഞു. says the church is the body. സഭയെ കൃഷി എന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. Church is the field. സഭയെ തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. Church is the garden. സഭയെ കെട്ടിടം എന്ന് പറഞ്ഞിട്ടുണ്ട്. Church is a building. ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് വിശകലനം ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും. So you can see that Paul has used different figures to explain the church. അതുപോലെ തന്നെ ക്രൈസ്തീയ ജീവിതത്തെ, ഈ ക്രിസ്തീയ ജീവിതത്തെ ഹല്ലേലൂയ വിശദീകരിക്കുവാൻ വേണ്ടി, ജനത്തിന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അവരിലേക്ക് അവരുടേതായ നിലയിൽ സരളമായി അതിനെ പറഞ്ഞ് ധരിപ്പിക്കുവാൻ ഇങ്ങനെ അലങ്കാരിക പദങ്ങൾ ഉപയോഗിച്ചു. So Paul, to explain the spiritual life to the people, he had to use figurative speech so that they understand and comprehend what the spiritual life is all about. അതിലെ ഒരു വാക്കാണ് ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. That is one word that I wanted to share, is Christian life is a race. ഹല്ലേലൂയ. ഇനി ഒരു വാക്കാണ് ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധക്കളമാണ്. Another phrase, your Christian life is a war field. ഈ പദങ്ങളെല്ലാം ഗൗരവമായി അതിനെ ഗൗരവമായി അതിനെടുത്ത് അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ കൂടുതൽ നമുക്ക് അതിന്റെ ആഴമായ അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. And if you take these words and if you study them deeply, you will be able to understand and comprehend what the person is trying to mean through saying such a thing. Hallelujah. Hallelujah. ഞാൻ വായിച്ച ആ വാക്യം പ്രസക്തമായ ഭാഗത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അതിലേക്ക് ധ്യാനിക്കാൻ പോവുകയാണ്. We haven't started meditating the verse in Hebrews, but we are going to come to it. ഇവിടെ യുദ്ധം എന്ന് പൗലോസ് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പല കാര്യങ്ങളും. When Paul says that your Christian life is a war, it has a lot of other meanings. അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങുന്നവന്റെ ഒരുക്കം സംബന്ധമായി അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തെ പൗലോസ് പറയുകയാണ്. And Paul says a preparation, a Christian life should also be like a preparation for a war. Hallelujah. Hallelujah. 2 Timothy chapter 2 verse 3 എന്താണ് പറയുന്നത്? 2 Timothy chapter 2 verses 3, what does it say? ഒന്ന് മലയാളത്തിൽ ധ്യാനിച്ച്
2, 3. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി ആ. നീതിയും എന്നോട് കൂടെ കഷ്ടവും സഹിക്കാം. ആ. പടച്ചേർത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് ആ. യാതൊരു പടയാളിയും ജീവനക്കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. അവിടെ നോക്കിയോടെ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു യേശുവിന്റെ നല്ല പഠന നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്ന് തുടങ്ങി പറയുകയാണ്. Here Paul in 2 Timothy chapter 2 is saying, join with me in suffering like good soldier of Christ Jesus. Good soldier, കണ്ടില്ലേ, പടയാളി. A good soldier. പടയിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കണമെന്ന് അവിടെ പറയുന്നു. It says the one that has joined you to become soldier is the one that you have to please, that the head of the army. ഇങ്ങനെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങുന്ന ഒരു പടയാളിക്ക് സമനാണെന്നാണ് ഈ വചനം പറയുന്നത്. Meaning a Christian life is similar to a soldier joining the army. ഹല്ലേലൂയ. ഇങ്ങോട്ട് പൗലോസ് പരാമർശിക്കുന്ന ഒരു പദമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു ഓട്ടമാണ്. In Hebrews what you read, Paul is referring to a Christian life as a race that you're running. ദയവായി നിങ്ങളുടെ ചിന്ത ഈ വചനത്തിലായിരുന്നെങ്കിൽ മാത്രമാണ് അതിന്റെ പൊരുളുകളെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. Only if your attention is to what I'm about to say, you'll only be able to understand the spiritual truths. 1 Corinthians 9:24 എങ്ങനെയാണ് പറയുന്നത്? 1 Corinthians 9:24 9:24. അതിങ്ങനെയാണ് പറയുന്നത്. This is what it says. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവനത്രേ എന്നവിടെ പറയും. In 1 Corinthians 9:24 it says this. Do you not know that in a race all runners run, but only one gets the prize? ആമേൻ. Run in such a way that you get the prize. ഹല്ലേലൂയ. Hallelujah. കണ്ടില്ലേ, ക്രിസ്തീയ ജീവിതം അവിടെ ഒരു ഓട്ടക്കളത്തിന് സമനാണ്. Here, look at that in 1 Corinthians. A Christian life is similar to a race. ഹല്ലേലൂയ. Hallelujah. Galatians chapter 5:7 എന്ന് പറയുന്നത് നന്നായി ഓടി എന്ന് ഞാൻ അവിടെ കാണുന്നു. And in Galatians you can see that you have run the good race. ഹല്ലേലൂയ. Hallelujah. ഫിലിപ്പോസ് 2:16 വരുമ്പോൾ In Philippians 2:16 ഞാൻ ഓടിയത് വെറുതെ ആയില്ല എന്ന് വായിക്കുന്നു. you can read that you didn't run in vain. ഇബ്രിയർക്ക് എഴുതിയ ലേഖനം 12:1 വരുമ്പോൾ But when you come to Hebrews 11:1, സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നു. it's in Hebrews 12:1 it says run with perseverance. ഹല്ലേലൂയ. Hallelujah. സ്ഥിരതയോടെ ഓടുക. Run with perseverance. അടുത്തുള്ളവർ കരം കൊടുത്തിട്ട് പറഞ്ഞ സ്ഥിരതയോടെ ഓടുക. Shake the hands of the person sitting next to you and say run with perseverance. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇത്രയൊരു സന്തോഷമാണ്. How many of you are എല്ലാവരും ഓട്ടക്കാരാണ്. that you are all runners? എല്ലാവരും ഓട്ടക്കാരാണ്. That you are all runners. അങ്ങനെ എങ്ങനെ ഓടണ്ടേ? You know how you're supposed to run? സ്ഥിരതയോടെ ഓടണം. You need to run with perseverance. ഹല്ലേലൂയ. Thank you Lord. Thank you, Lord. ഭയത്തോടെയല്ല, Don't run the race with fear. കൺഫ്യൂഷനോടെയല്ല, Don't run the race with confusion. ഹല്ലേലൂയ, മാനസികമായിരിക്കുന്ന വ്യതകളോട് കൂടെയല്ല. Don't run a race with burdens. ഹല്ലേലൂയ. Hallelujah. എങ്ങനെ ഓടണ്ടേ? So how are you supposed to run? സ്ഥിരതയോടെ ഓടുക. Run with perseverance. കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ സഭയിലെ പ്രിയ സഹോദരി മരിയ, സിസ്റ്റർ മരിയ നല്ല ഓട്ടക്കാരിയാണ് ഞാൻ അറിഞ്ഞത്. Last week is when I realized that our sister in our church, Maria's sister, was a runner. അത് ഒരു സ്പ്രിന്റർ. And she was a sprinter. നാഷണൽ ലെവലിലാണ്. She was a national level അങ്ങനെ sprinter. അവാർഡുകൾ And she കിട്ടിയിട്ടുണ്ട്. has won many medals. പല അവാർഡുകളും പലതിലും കിട്ടിയിട്ടുണ്ട്. അതിലും ഓട്ടക്കാരി എന്നുള്ള ഒരു ബിരുദമുണ്ട്. And she has got many awards, but she's also a runner and she's got many അപ്പൊ awards. ഞാൻ ഇന്ന് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നു, ഇന്ന് വന്ന് കണ്ടില്ല. And she told she'll be coming today, but they were not able to join us ഹല്ലേലൂയ. today. ഓട്ടത്തെ കുറിച്ച് നന്നായിട്ടൊന്ന് വിശദീകരിക്കാൻ ഹല്ലേലൂയ സിസ്റ്റർ മരിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താണ് ഓട്ടം എന്ന്. And if I ask her to explain what running is, she would have explained it clearly. ഇവിടെ ഈ 12:1 നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ And when we study Hebrews chapter 12 verses 1, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്, സ്ഥിരതയോടെ ഓടണം. here God is giving his children a word saying, run, but run in perseverance. ആകയാൽ നാം, Therefore, since, ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, since we are, therefore, since we are, ഹല്ലേലൂയ, Hallelujah. ആകയാൽ നാമും ആ പദത്തിന്റെ ഒരു തൂക്കം കണ്ട് നിങ്ങൾ കണ്ടോ? because it's, look at the importance of the weight of the words, therefore, since we are, We are, നാമും, നാമും, you are, ആകയാൽ നാമും, therefore, since we are, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം അധ്യായത്തിൽ തുടക്കമിടുന്നത് ആകയാൽ എന്ന പദത്തിന്. you know, because the verse number 12 begins with the word therefore. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ആകയാൽ
എന്ന പദം എന്നുള്ളതിന് വളരെ അർത്ഥമുണ്ട്. Because the word when therefore is used in the Bible, it has got a significant relevance. വേദപുസ്തകം വ്യാഖ്യാനം പഠിക്കുമ്പോൾ ആകയാൽ എന്ന പദത്തിന് ബ്രിഡ്ജ് വേർഡ് എന്ന് പറയും. You know, when you study the word of God, the word therefore is used as got another name. It's called the bridge word. ഹല്ലേലൂയ, ബ്രിഡ്ജ് വേർഡ്. It's called a bridge word. എന്ന് പറഞ്ഞാൽ Meaning, ഹല്ലേലൂയ, ഒരു കരയെ മറുകരയിലേക്ക് ബന്ധപ്പെടുത്തുന്ന ബ്രിഡ്ജാണ്. it is something. It is a bridge that connects one land to another land. ബന്ധപ്പെടുത്തുന്ന പദം. It is something that connects two places. ഹല്ലേലൂയ. Hallelujah. അപ്പൊ 11-ാം അധ്യായം അതിന് ലക്ഷ്യം വെക്കേണ്ടത്. So that means it is bridging towards chapter 11. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ ആകയാൽ എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാ? 11th ചാപ്റ്ററിലേക്ക്. So when the verse 12 begins with therefore, it is connected to chapter 11. ഇവിടെ 12-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ ആകയാൽ നാം എന്ന് പറയുന്നത് ആരൊക്കെ ഇതിന്റെ പിന്നിൽ ഓൾറെഡി ഓടിയിട്ടുണ്ട്. That means when the word therefore, since we are, that means someone has already run a race. ഹല്ലേലൂയ. Hallelujah. ഏബൽ ഓടിയിട്ടുണ്ട്, Abel has run, നോഹ ഓടിയിട്ടുണ്ട്, Noah has run, അബ്രഹാം ഓടിയിട്ടുണ്ട്, Abraham has run, മോശ ഓടിയിട്ടുണ്ട്, Moses has run, റഹാബ് ഓടിയിട്ടുണ്ട്, Rahab has run. പലരും ഓടിയിട്ടുണ്ട്. Many people have run the race. ഹല്ലേലൂയ. 11-ാം അധ്യായം വായിച്ചു നോക്കിയാൽ പേരുകളാ കാണുന്നത്. If you study chapter 11, you will find names of people that have run. അവരെല്ലാം ഓടിത്തീർത്തു. They all ran the race that was beside അവർ them. ഓടിയതെല്ലാം സ്ഥിരതയോടെയാണ്. But they all ran with one thing, and that is perseverance. എന്നാൽ ഇവിടെ 12-ാമത്തെ അധ്യായത്തിന്റെ ശരിയായ അർത്ഥങ്ങൾ അറിയണമെങ്കിൽ 11-ാമത്തെ അധ്യായം വളരെ ഗൗരവമായി കാണും. If you need to understand the context of chapter 12, you need to understand and study chapter 11. ആകയാൽ നാമും, Therefore, since we are, അവിടെ വി എന്നുള്ള പദപ്രയോഗം പ്ലൂറൽ. because the word we is plural. ഹല്ലേലൂയ. അർത്ഥം നാം ഓരോരുത്തരും ഹല്ലേലൂയ കേൾക്കേണ്ട, അനുസരിക്കേണ്ട, അനുഗമിക്കേണ്ട ഒന്നാണ് നാം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. You know, when the word we is used, is something that is referring that we all should imitate or should do. 11-ാമത്തെ അധ്യായത്തിലുള്ള സാക്ഷികളുടെ സമൂഹം, ഹല്ലേലൂയ, അവിടെ എങ്ങനെയാണ് പറയുന്നത്? 12-ാം അധ്യായത്തിന്റെ 1, The cloud of witnesses. ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, സാക്ഷികളുടെ സമൂഹമാണ്. Here in chapter 11, it has been mentioned the list of names that are the clouds of witnesses. അവിടെ ഉള്ള സാക്ഷികളുടെ സമൂഹത്തെ 4 വിധത്തിൽ തിരിക്കാം. And the witnesses that is in chapter 11, you can classify them into 4 types. ഹല്ലേലൂയ. Hallelujah. ഞാനത് ചുരുക്കത്തിൽ പറയാം. I'm going to shorten and say അത് 4 ഗ്രൂപ്പാണ്. the witnesses in chapter 11 are 4 groups. ഒന്നാമത്തെ ഗ്രൂപ്പ് The first group, പേര് പറയപ്പെട്ടവരും അല്ലെങ്കിൽ വിശ്വാസ വീരന്മാര് എന്ന് പറയപ്പെട്ടവരാണ്. the first group is the people that his name is great and they are വിശ്വാസ വീരന്മാർ, and they're faith warriors. Heroes. They're faith heroes. ഹല്ലേലൂയ. Hallelujah. വിശ്വാസ വീരന്മാർ, They're faith heroes. ഹല്ലേലൂയ. രണ്ടാമത് പേര് പറയപ്പെട്ടതാണെങ്കിലും അവര് ചെയ്ത പ്രവൃത്തിയോടെ പറഞ്ഞിട്ടില്ല. But second, even though they are faith, അവരുടെ പേര് അവിടെ ഉണ്ട്, their names are mentioned, അവരുടെ പ്രവൃത്തി അവിടെ ഉണ്ട്. but the act of faith is not mentioned. ഒന്നാമത്തെ ഗ്രൂപ്പ് അങ്ങനെയല്ല. The first group is not അവരുടെ like that. പേരുമുണ്ട്, അവരുടെ പ്രവൃത്തിയുണ്ട്. Their names are also mentioned. but മോശ their act എന്ന് is not. പറയുമ്പോൾ മോശയിൽ കൂടി ചെയ്ത പ്രവൃത്തി എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. When the word Moses is used, the name Moses as well as what he did. എല്ലാവരുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടോ? Are you all paying attention to what I'm saying? ഹല്ലേലൂയ. ഏബൽ എന്ന് പറയുമ്പോൾ ഏബൽ ചെയ്ത പ്രവൃത്തിയോട്. When Abel is mentioned, what Abel, his name and the act that he did is mentioned. നോഹ എന്ന് പറയുമ്പോൾ നോഹ ചെയ്ത പ്രവൃത്തിയോട്. When the name Noah is mentioned, the name Noah and his act is mentioned. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, But the second group of people, പരിശുദ്ധനാമം അവരുടെ പേര് എഴുതിയിട്ടുണ്ട്, Holy Spirit has written their name, എന്നാൽ അവരുടെ പ്രവൃത്തി പറഞ്ഞിട്ടില്ല. but not written their act. ഞാനത് പിന്നെ അങ്ങനെ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ട് അവരുടെ പ്രവൃത്തി And I എഴുതിയില്ല? started thinking, why God you mentioned their name but not what they did? ചാപ്റ്റർ 12 വേഴ്സ് അതിന്റെ 22 ഒന്ന് നോക്കിയേ, അല്ലെങ്കിൽ ചാപ്റ്റർ 11 വേഴ്സ് 22. Look at chapter 11 verses 22. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എഴുതാത്തതെന്ന് മനസ്സിലാവും. You will understand why their name is written but not their act is written. അവിടെ വായിച്ചാട്ടെ. By faith, Joseph, when his end was near, spoke about the exodus of Israelites from Egypt and gave instruction concerning the burial. 22-ാമത്തെ വാക്യം. 11:32. 32 ആണ്.
ജസ്റ്റ് അതായത് 32, sorry. 32. And what more shall I say? I do not have time to tell you about Gideon. I don't have time to describe about their acts. I don't have time to describe about their acts. പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുക. So what here the writer is saying, I don't have the time, but I want to tell, but I don't have the time to explain their acts. മലയാളത്തിൽ എന്താണ് വായിച്ചത്? What does it say in Malayalam? മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിവരിപ്പാനൊന്നും സമയം പോരാ. അതുപോലത്തെ പ്രവർത്തികൾ അവർ You ചെയ്തു. know, I don't have time to explain the acts that they did because their acts are so great. അല്ലെങ്കിൽ അതിന് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എക്സ്പ്ലെയിൻ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അതിൽ നിന്ന് എന്ത് പോരാ? വിവരിപ്പാൻ സമയം പോരാ. വിവരിപ്പാനൊന്നും സമയം പോരാ. അതുപോലെ കണ്ടമാനം. That what the writer is saying, I want to explain the faith stories of such people, but I don't have the time to അപ്പൊ അവരുടെ explain. പേരുണ്ട്, അവിടെ പ്രവൃത്തി. So their name is mentioned, but not ഇനി their acts. മൂന്നാമത്തെ അതിലൊരു കൂട്ടരുണ്ട്. So the third, there is another group, അവർ ചെയ്ത പ്രവർത്തികളെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേരില്ല. but their acts are mentioned, but not their name. അവരെന്താ ചെയ്തിരിക്കുന്നത്? So what have they done? അവര് തീയുടെ ബലം കെടുത്തി എന്ന് പറയുന്നു. That they have reduced the power of the fire. ഹല്ലേലൂയ. അവർ യുദ്ധത്തിൽ ഹല്ലേലൂയ വീരന്മാരാണെന്ന് പറയുന്നു. They've been described that they are warriors in war. battles. വാളിന്റെ വായ്ത്തലയിൽ നിന്ന് തെറ്റിയവരെന്ന് പറയുന്നു. It says 34. തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അവർ വാളിന്റെ തലയിൽ വായ്ത്തലയിൽ നിന്ന് അവർ തെറ്റി. So the third group of people have no name and their only their acts are mentioned. Quenched the fury of flames and escaped the edge of the sword, whose weakness was turned into strength, who became powerful in battle and routed foreign armies. അവർ ശക്തി പ്രാപിച്ചവരെന്ന് പറയുന്നു. It says that they are people that got strength. ഒന്നാമത്തെ ഗ്രൂപ്പ് പേരും പ്രവൃത്തിയുള്ളവർ. So the first group of people have name and their acts. രണ്ടാമത്തെ ഗ്രൂപ്പ് പേരുണ്ട്, പ്രവൃത്തികളില്ല. The second group is there is name but not acts. പ്രവൃത്തികളില്ലാത്തത് കൊണ്ടല്ല, വിവരിപ്പ സമയമില്ലാത്തത് കൊണ്ട്. Their acts they have done, but മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ പേരില്ല, അവരുടെ പ്രവൃത്തികളുണ്ട്. there is no name for them, but their acts are mentioned. അല്ല, ഇനി നാലാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. Then fourth, there is another group. അവരാരാന്നറിയാമോ? Do you know who they are? അവർ പരിഹാസമേറ്റവർ. They are people who received mocking. അവര് ചമ്മട്ടി അടി കൊണ്ടവർ. They are people who received beating. അവര് ഹല്ലേലൂയ തടവറയും ചെങ്ങലയും സഹിച്ചവർ. Those are people that had to bear chains and prisons. അവര് പരീക്ഷിക്കപ്പെട്ടു. They are people who were tested. അവിടെ പേരില്ല, അവര് അനുഭവിച്ച അനുഭവത്തെ അവർ പറയും. There are no names for such people, but only the experience is mentioned. ഇങ്ങനെ ഈ വിധമുള്ള ഒരു സാക്ഷികളുടെ സമൂഹത്തെയാണ് പരിശുദ്ധം നിർത്തി വെക്കുന്നത്. And here the Holy Spirit is laying out these group of witnesses. ഇവരുടെയൊക്കെ ഓട്ടത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുമ്പോൾ, And you know what is the secret behind all these people who ran that race? വിശ്വാസം. Was faith. എല്ലാവരും പറഞ്ഞേ വിശ്വാസം. Say faith. എല്ലാവരും പറഞ്ഞേ വിശ്വാസം. Say faith. ഇവരെല്ലാവരും ഓടിയേ. They all ran the race. ഇവരൊക്കെ ഈ അനുഭവങ്ങളിലും അല്ലെങ്കിൽ വിശ്വസ്തരായി നിന്നു. But in that running the race that they ran faithfully. ഇവർ ഒരു ഗണത്തിൽപ്പെട്ടവരല്ല, പല ഗണങ്ങളിൽപ്പെട്ടവർ. They are not belong to one group, but they belong to different groups. അല്ലെങ്കിൽ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കൂട്ടമുണ്ട് കേട്ടോ. There is another group that is mentioned here. വേറെ ചിലവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, It has been mentioned about some other people. അവർ പറയുന്നത് എനിക്ക് ഏറ്റവും നല്ല പുനരുദ്ധാനം ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഛേദിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് 35. എനിക്ക് നല്ല പുനരുദ്ധാനം ഒന്ന് കിട്ടിയാൽ മതി. That there are others who would some they will the world was not worthy of them. അല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് അവര് പറയുന്നത് ഇത്രയേ ഉള്ളൂ. So there is another group of people that say എനിക്ക് ഉദ്ധാരണം വേണം, that I don't want the deliverance. I don't want the deliverance. ഞാൻ കഷ്ടതയില്ല, That I know that I'm in ഞാൻ trouble. പ്രയാസത്തില്ല, I know I'm in difficulty. ഞാൻ വലിയ സന്ദിഗ്ധമായ അനുഭവത്തില്ല. I'm facing a big hurdle. അതിന് ഡെലിവറൻസ് ചാൻസ് ഒക്കെ ഉണ്ട്. There is a chance of deliverance. But അവര് പറയാ, But these group people ഇതിന് respond. വിടുതൽ കിട്ടിയാലും ഇല്ലെങ്കിലും അതൊന്നും അല്ല എന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എനിക്ക് വല്ല വിധനയും നല്ല പുനരുദ്ധാനം ഒന്ന് കിട്ടിയാൽ. That my deliverance is not important for me, but I want to serve. അവർ പറയുന്നത് രക്തചുരുക്കം എന്ന് പറഞ്ഞാൽ That means
shedding of the ഈ blood, ലോകത്ത് കഷ്ടത ഉള്ളതാ, that there will be trouble times in this ഈ world, ലോകത്ത് രോഗം ഉള്ളതാ, that there will be sicknesses in the ഈ world, ലോകത്ത് പരിഹാസം ഉള്ളതാ. that you will be mocking in the അത് world. ഇതിന്നൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചു എന്ന് And കഴിയില്ല. sometimes you might need to come out, it might not happen. അല്ല, ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ തുറമുകളിൽ അല്ലെങ്കിൽ ചില പ്രതിസന്ധി കടന്നു പോകുന്നെങ്കിൽ നിന്റെ മനസ്സ് മടുത്തു പോകരുത്. അതിന്റെ ഇടയിൽ വിശ്വാസ പട്ടികയിൽ പേര് കേട്ടവർ വിളിച്ചു പറയുന്നത് പോലെ അതിന്റെ പ്രത്യാശയുടെ അതിന്റെ കണ്ണുകൾ ഉയർത്തി പറയുന്നു, ഇനി വിടുതൽ എനിക്ക് ദൈവം തന്നാലും ഇല്ലെങ്കിലും ഹല്ലേലൂയ, ഞാൻ എന്റെ വിശ്വാസത്തെ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടും. You should be able to tell, like how the witnesses said, that even if I am delivered or not delivered, help me, Lord, to run the race with perseverance. Hallelujah. ഹല്ലേലൂയ. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. It is good to pray for deliverance. രോഗസൗഖ്യത്തിന് വേണ്ടി It പ്രാർത്ഥിക്കുന്നത് is good to നല്ലതാണ്. pray for healing. അല്ലെങ്കിൽ കർത്താവിന്റെ സ്തോത്രം, ലോകത്തിൽ വരുന്ന ഭാരത്തിൽ നിന്ന് വിടുതൽ It നല്ലതാണ്. is good to pray for deliverances from the burdens of the ഒരു world. പക്ഷേ രോഗത്തിന്റെ രോഗക്കെട്ടിനെ സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ആ രോഗം സൗഖ്യമായില്ലെങ്കിലും അല്ലെങ്കിൽ ഈ വിശ്വാസ അല്ലെങ്കിൽ പട്ടികയിലെ പേര് കേട്ട് ഒരു പറയുകയാണ്, അല്ലെങ്കിൽ വിടുതൽ തന്നെങ്കിലും പുനരുദ്ധാനം കിട്ടിയാൽ മതി, അതിനുവേണ്ടി ഞാൻ കാക്കുന്നത്. Even if you receive deliverance, you should be able to say like the witnesses, even if you are not വിശ്വാസമല്ലേ? what a faith, right? അല്ലെങ്കിൽ മറ്റനാല് ഗണത്തിൽപ്പെട്ടവരെക്കാളും ഇവര് വിശേഷം പെക്യൂലിയറാണ്. You know the faith that these people have that have not expected deliverances but only wanting to എന്റെ get ഓട്ടത്തെ their faith is different. എന്റെ ഓട്ടത്തെ തടുക്കുവാൻ രോഗത്തിന് കഴിയുകയില്ല. Because the race that I'm running, no sicknesses can hinder. എന്റെ ഓട്ടത്തെ തടുക്കുവാൻ ഏതുവിധ ഭാരത്തിനും The കഴിയുകയില്ല. race that I'm running, no burdens of the world can കൂടെ stop me. കൂടെ കൂടെ ഒന്ന് വരണമേ, ഞാനൊരു ആത്മീക ഓട്ടക്കളത്തിലാണ്. Because come with me, because I'm about to say that you're running a spiritual അത് race. ഞാനൊരു ഓട്ടത്തിലാണുള്ളത്. You're running a spiritual race. എന്റെ അപ്പച്ചനെ എന്നോട് ഹിതമാണെങ്കിൽ എനിക്ക് സൗഖ്യം തരും. And if it is in the will of God, He will heal you. അത് എന്റെ അപ്പച്ചന് ഹിതമാണെങ്കിൽ അവൻ മേൽത്തരമായ നന്മകളിൽ നടത്തും. If it is His will, He will lift you up in His അല്ലെങ്കിൽ will. എന്റെ അപ്പച്ചന് നന്മകൾ എന്നിൽ ഹിതമാണെങ്കിൽ എന്നെ മാനിക്കേണ്ടടുത്ത് അവൻ മാനിച്ചിരിക്കും. It is the will of the Father to honor you where He wants to honor you. എന്തെല്ലാം പ്രതിസന്ധി വന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അവന്റെ ആത്മാവിലെ ആലോചന കൈമാറുകയാണ്. മകളെ മകനെ തളർന്നു പോകരുതേ, അല്ലെങ്കിൽ നിന്നോട് അല്ലെങ്കിൽ ഉള്ളവൻ വിശ്വസ്തനാണ്. അവൻ അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും കൈവിടുന്ന കർത്താവല്ല, അവൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നവനാണ്. The Holy Spirit is telling you today clearly that He's not a God that will let you run the race alone, but He will run with you to finish the race that He's put you to run. Hallelujah. 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 പരിശുദ്ധാത്മാവ് ആലോചന The കൈമാറുകയാണ്. Holy Spirit is sharing this നിന്റെ message. ജീവിതത്തിന് നെഗറ്റീവ് വശങ്ങളിലും പോസിറ്റീവ് വശങ്ങളിലും എപ്പോഴും നിന്റെ കണ്ണ് കർത്താവിൽ മാത്രമായി. Whether when you're running this race, whether you have positives or negatives, always put your eyes onto Jesus. നിന്റെ നന്മയും ഉയർച്ചയും എല്ലാം കർത്താവ് തന്നെ. Because all your blessings and honor God will give you. അവൻ ഇതമുള്ളത് അവൻ നിനക്ക് നൽകി. Whatever is in His plan and in His will, He will give it to you. Hallelujah. Hallelujah. ഇത് മുതൽക്കാർക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? How many of you are able to say that in this? സർവ്വതും യേശുനാഥനായി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. That everything that I have has been given to the Lord for His എന്റെ glory. ശരീരവും എന്റെ ആരോഗ്യവും എന്റെ ജോലിയും എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളും സർവ്വതും യേശുവിന്. My work, my body, my house, my everything that I own is. മലയാളത്തിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. In Malayalam there is a song. ഞാൻ എന്റെ കുഞ്ഞുകാലങ്ങളിൽ ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. And I've heard it when I was a small boy. സർവ്വവും യേശുനാഥനായി സമർപ്പിക്കും. ഹല്ലേലൂയ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും അതേ നീ എനിക്ക് തന്നതൊക്കെയും. സമർപ്പണത്തോടെ പാടിയാട്ടെ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും അതേ നീ എനിക്ക് ചെയ്തതൊക്കെയും സർവ്വവും യേശുനാഥനായി
everything I do in my life is for glory of my Father. കർത്താവാണ് എനിക്ക് കുടുംബം നൽകിയത്. Because God is the one that gave you the family. കർത്താവാണ് എനിക്ക് ജോലി നൽകിയത്. God is the one that gave you a job. കർത്താവാണ് കുഞ്ഞുങ്ങൾ നൽകിയത്. God is the one that gave you a child. കർത്താവാണ് ശുശ്രൂഷ നൽകിയത്. God is the one that gave you the ministry. കർത്താവാണ് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. God is the one that has brought you to this അങ്ങനെയാണ് land. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം ഇച്ചിരി ഉണരട്ടെ. So that means if it is true, then you need to നിന്റെ വിശ്വാസം ഇച്ചിരി ഉണരട്ടെ. awaken your faith a little bit more to എന്നിട്ട് പറയണം, ജീവിതത്തിന്റെ ഏത് തുറമുഖങ്ങളിലും എന്റെ അപ്പച്ചനെ ഞാൻ മുന്നിൽ നിർത്തും. and you should be able to say that whatever circumstances you face in your life, Hallelujah. I will put my God before me. അവര് ഓടിയ ഓട്ടം നമ്മളൊന്ന് നോക്കണം. You need to look at the race that these witnesses അവർ ran. ജീവിച്ച ജീവിതത്തെ നമ്മളൊന്ന് You നോക്കണം. need to look at the life that the witnesses അവർ lived. പിന്തുടർന്ന വിശ്വാസത്തെ ഒന്ന് പിന്തുടരണം. You need to follow the faith that these അവർ witnesses ഉയർത്തിയ പ്രത്യാശയെ ദൈവമക്കളായ നമ്മൾ You ഉയർത്തണം. need to hold on to the hope that these witnesses hold on to. ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തത നമുക്ക് മാതൃകയാകും. You need their honoring to their Lord is an exemplary thing that they did. അവര് കർത്താവായുള്ള അവരുടെ ജീവിതം വിജയകരമായി. And their life was victorious because they ran the race that God asked them to ഇന്ന് run. പകൽക്കാലം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കഴിയുമോ? Are you able to reflect on your own Christian life? ഓടി ജയിച്ചവരാരും ഈസി ഓടി ജയിച്ചതല്ല. The ones that have won the race have not run the race easy. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഒരു ജോലിയുണ്ട്, ഡെലിവറി ഈസി തപ്പേ. You know, there is a job that is called delivery easy. വളരെ ഈസിയാണ്. It is very easy. ഈസി ടു ഡെലിവർ Easy to deliver things. ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. But a Christian life is not It is easy. not that easy. It is not that easy. ഹല്ലേലൂയ. ഈ ഓട്ടത്തിൽ നിന്ദകൾ വരാം. You know, when you run this ഈ Christian ഓട്ടത്തിൽ race, പ്രയാസങ്ങൾ വരാം. troubles will come. ഈ ഓട്ടത്തിൽ ചോദ്യചിഹ്നങ്ങൾ വരാം. Question marks will ഈ come. ഓട്ടത്തിൽ ഹല്ലേലൂയ നിന്നെ തളർത്തുന്ന ഹല്ലേലൂയ പല സാഹചര്യങ്ങൾ വന്നേക്കാം. There might be some certain situations that might come to start you in your race or your Christian life. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പലപ്പോഴും കാണുന്ന ചിരിയല്ല കേട്ടോ അവരുടെ ഉള്ളിന്റെ ഉൾത്തടങ്ങളിൽ ഉണ്ടാകും. But let me tell you, when you look at the Christians who run the Christian race, when you see them smile in their hearts, it is not പലരും അവരുടെ ക്രിസ്ത്യത തളർന്നു പോയേക്കാം. because many of their Christian lives have been അവർ broken. ചിരിക്കുന്നുവെങ്കിലും തളർച്ച അവർക്കുണ്ട്. Even though the Christians smile, their lives are drained. Hallelujah. കർത്താവിനെ എവിടെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതിന്റെ കുറവ്. In their life they are lacking something that is not pleasing the Lord. കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ കുറവ്. There are something lacking. They're not able to please God in the way they're supposed to please the Lord. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. It's not that they don't desire to do ഉള്ളിന്റെ such a thing. ഉൾത്തടങ്ങളിൽ വളരെ ആഗ്രഹമാണ്. They have deep down they have the desire to കർത്താവിനെ please God. മാനിക്കണമെന്ന ആഗ്രഹം. Deep down they have in their heart they have a desire to please God, but they can't. പറ്റുന്നില്ല. But they can't. പലപ്പോഴും ആരും അറിയാതെ അവർ കരയുന്നുണ്ട്. And sometimes without people seeing they cry. ആരോടും പറയാതെ സങ്കടം അവര് അനുഭവിക്കുന്നു. And without telling anyone they bear the sadness. ഇന്ന് പരിശുദ്ധാത്മ പറയുകയാണ്, നിന്നെ കുറിച്ച് ദൈവാത്മാ പറയുന്നു. That Holy Spirit is saying God is speaking about ദൈവം നിന്നെ you. സ്നേഹിക്കുന്നു. That God loves you. ദൈവം ഇനി ഏറെ ഓടുവാനുണ്ടെന്ന് പറയുന്നു. Because God is telling you that you have a long നിനക്ക് race. ഏറിയ ഒരു ഓട്ടമുണ്ട്. You have a long race in ahead of ഒരു you. ഏറിയ ഒരു ഓട്ടം. A long race ahead of you. Hallelujah. ഏലിയാവിനറിയാം ദൈവത്തിന്റെ പ്രൊവിഷനെ പറ്റി അറിയാം. Elijah knows the provisions of the Lord. ഏലിയാവിനറിയാം ദൈവത്തിന് ക്ഷാമം വന്നാൽ എങ്ങനെ പോറ്റേണ്ടതാണ്. Elijah knows how that even a famine comes, how to feed ഹല്ലേലൂയ. him. ഒരു പ്രത്യേക സാഹചര്യത്തില് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ കേരിത്ത് തോട്ടിപ്പോയാൽ മതി, കാക്ക ഞാൻ അഴിക്കും, കാക്ക നിനക്ക് ഭക്ഷണം നൽകും, നീ കഴിക്കും, നീ തൃപ്തനാകും. Because God said to Elijah, I know that you will go through this place and I will feed you with ravens and you will eat and you will not lack anything. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭം വന്നു. But there came a certain situation in Elijah's life. ഹല്ലേലൂയ. കാക്കയെ കൊണ്ട് പോറ്റുന്ന ദൈവത്തിന് കാക്കയെ കൊണ്ടല്ല ഏലിയാവിന് അട കൊടുത്തത്. But it was that God never കാക്കയെ കൊണ്ട് ദൈവം അട ഹല്ലേലൂയ റൊട്ടി അല്ലെങ്കിൽ ഭക്ഷണം ബ്രെഡ് കൊടുത്തത്. God gave bread to Elijah using ravens.
ഹല്ലേലൂയ. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കാക്കയെ കൊണ്ടല്ല, But in a certain circumstance, it was not through the raven that ദൈവം God തന്റെ gave the bread. ദൂതനെ അയച്ചു. But God sent His very own angel. ദൈവം തന്റെ ദൂതനെ അയച്ചു. God sent His very own angel. ഹല്ലേലൂയ. എന്നിട്ട് ഏലിയാവിനെ തട്ടി ഉണർത്തി. And the angel woke up Elijah. ഹല്ലേലൂയ. എന്നിട്ട് അവന് ചൂടുള്ള, ബൈബിൾ പറയുന്നത് ചൂടുള്ള അട അവന് ആ നേരത്ത് കൊടുത്തു. And it says the angel gave him a hot bread to ഹല്ലേലൂയ. eat. ദൈവത്തിന് അറിയാൻ ചിലപ്പോഴൊക്കെ ആരെങ്കിലെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നുണ്ടോ അതിനെ. And sometimes God might use certain people to be a blessing in your life. എന്നാൽ ചിലപ്പോൾ ആരെയും അഴിക്കത്തിൽ അവൻ നേരിട്ട് വരുമെന്ന്. And sometimes God might. എത്രയൊക്കെ മനസ്സിലായി? And sometimes God ആ might. കരം അടിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. There are times God will send His people to bless you, but there are times He Himself will showcase His presence so that you come up in life. Hallelujah. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദർശനങ്ങൾ ഉണ്ടാകും. There are times in your life where you will experience the direct encounter of God Himself. Hallelujah. Hallelujah. പണ്ട് ഏലിയാവ് കാക്കയെ കണ്ടെങ്കിൽ ഇപ്പോൾ ഏലിയാവ് കാണുന്നത് കാക്കയല്ല, ദൂതനെയാണ് കാണുന്നത്. Elijah has seen a raven coming and giving him bread, but he now sees an angel of the Lord coming and giving him bread. എന്നിട്ട് പറയുന്ന ഒരു ദൂതുണ്ട്. And there is a message that the angel says to Elijah. ദൂത് ഇങ്ങനെയാണ്. This is what the message is. ഏലിയാവേ, നിനക്ക് ഇനിയും ഏറെ ദൂരം. That Elijah, you have even longer a journey ahead of you. ഏലിയാവിനോട് പറയുകയാണ്, നിനക്ക് ഏറെ ദൂരം. നീ ചിന്തിക്കുന്ന ഇവിടെ നീ മരിക്കുമെന്നാണ്. അങ്ങനെയല്ല, ചരിത്രം മാറുന്നു, സ്റ്റോറി ചേഞ്ച് ചെയ്യുന്നു. നിന്നോടുള്ള ബന്ധത്തിൽ എന്റെ ഇടം മാറ്റുകയാണ്. നീ ഇവിടെ നശിക്കുവാനുള്ളവനല്ല, ഏറെ ദൂരം നിനക്ക് ഓടുവാനുണ്ട്. The angel of the Lord is coming with a message to Elijah and saying, your life is not supposed to end here. You have a great journey ahead of you. Your history is being rewritten. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that in your life? എന്നെ കൊണ്ട് ഏറിയ ദൂരം ഓടിപ്പിക്കുന്ന That ഒരു God ദൈവം. has a long journey that He has to take you. വിശ്വാസ ജീവിതത്തിൽ കുലുങ്ങി പോകരുത്. In your faith journey, don't be shaken. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവര് ഏറെ വഴി ദൂരം നിമിത്തം അവരുടെ മനസ്സും മടുത്തുമായി. The Bible tells about the people of Israel, because of the journey ahead of them, thinking about that, they were disheartened. ഹല്ലേലൂയ. Hallelujah. അല്ലാതെ പരിശുദ്ധം എന്ന് പറയുകയാണ്. But the Holy Spirit is saying നീ ധൈര്യമുള്ളവനായി, that you be courageous. നീ വിശ്വാസമുള്ളവനായി, You hold on to faith. നീ പ്രത്യാശയുള്ളവനായി. Be a person of hope. ഹല്ലേലൂയ. Hallelujah. എന്നാണ് അവിടെ പറയുന്നത്. What does it say? അല്ലെങ്കിൽ അതിന്റെ ആ കർത്താവിന്റെ സ്തോത്രം, ആ വചനഭാഗം ഒന്ന് നമുക്ക് അതിലേക്ക് വരാം. Let's go to the verse that we meditated. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, Therefore, since we are surrounded by such a great cloud of നമുക്ക് witnesses, ചുറ്റും നിൽക്കുന്നത് കൊണ്ട് they're all standing as സകല around you. ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടണം. Let us throw off everything that hinders and the sin that entangles ക്രിസ്തീയ us. ജീവിതത്തിന് എതിരായി തളർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിടണമെന്ന്. It says that anything that is standing against you in your Christian life, you need to let it go. എന്നിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. And leaving that aside, there is a race that has been marked for you. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that there is a race for എനിക്ക് you? വേണ്ടി വെച്ചിരിക്കുന്ന ഓട്ടം. How many of you believe that race has been kept for you? ഓരോരുത്തർക്കും ഒരു ഓട്ടം. And everyone, each one of you has their own race to run. എല്ലാവരുടെ ഓട്ടം ഒരേ രീതിയിലെ ഓട്ടമല്ല. But the race that each one of you have is not same to the other അത് person. നിയമിക്കപ്പെട്ട ഓട്ടം. It is a race that you've നീ been എത്ര assigned to. ഓടണമെന്ന് ദൈവം നിയമിച്ചിട്ടുണ്ട്. Because God has set നീ on how എങ്ങനെ long- ഓടണമെന്ന് ദൈവം God നിയമിച്ചിട്ടുണ്ട്. has set on how you are supposed to run. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ആ ഓട്ടം ഓടേണ്ടതിന് അതിന് നമ്മൾ സ്ഥിരമാനസരായി. That if you need to run this race that God has assigned you, you need to have perseverance. Hallelujah. It may look hard for you, It may look hard for you, but trust in God. but trust in the Lord. He will take care of He will take care of you. Hallelujah. Hallelujah. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് Can we all rise up to our feet കർത്താവിന്റെ മുൻപിൽ ഇങ്ങനെ പറയാം. and say to the Lord, കർത്താവേ, സ്ഥിരമായി ഓടുവാൻ എന്നെ പഠിപ്പിക്കുക. Lord, help me run my race with perseverance. Hallelujah. Hallelujah. കൃപയിൽ നിന്ന് ഓടുവാൻ എന്നെ God, സഹായിക്കണം. help me run this race. വിശ്വാസത്തിൽ മുറുകെ നിന്ന് ഓടുവാൻ എന്നെ Father, പഠിപ്പിക്കണം. God, help me run this race with faith. പ്രത്യാശ അറ്റുപോകാതെ ഓടുവാൻ എന്നെ സഹായിക്കണം. Father, God, help me run this race with great assurance. Hallelujah. Hallelujah. ഒറ്റക്കളികൾ പലരും ഓടുന്നുണ്ട്.
There are people that are running races, ഹല്ലേലൂയ. ബിരുദം പ്രാപിക്കുന്നവർ ഒരുവരുണ്ട്. but there is only one that wins the ആ race. ബിരുദം പ്രാപിക്കുന്ന ഗണത്തിൽ നീയും ആയിരിക്കാം. And you should also be in the person that wins the race. Number one, Number one, reflect on the witness. reflect on the witnesses. അവരെല്ലാം ഓടി. They all ran the race. രാജാവ് ആയതുകൊണ്ടല്ല ഓടിയത്. They didn't run because they were kings. സാമ്പത്തികമുള്ളത് കൊണ്ടല്ല They ഓടിയത്. didn't run because they had the financial സാഹചര്യങ്ങൾ backing. അനുകൂലമായതുകൊണ്ട് They മാത്രമല്ല didn't run because ഓടിയത്. the circumstances was in favor. എല്ലാം പ്രതികൂലമായപ്പോഴും വരും. When every odds was നന്മ against വന്നപ്പോഴും them, ഓടി. they ran. When blessings came, they still ran. Number second, Number two, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. it's all of our responsibility. എന്നാന്നറിയാമോ? You know what? To identify and remove the hindrance. And to identify and remove the hindrances. Hallelujah. Hallelujah. നിങ്ങളെ തളർത്തുന്ന തടയുന്ന എന്താണ് അത് എന്ന് എനിക്കറിയുന്നില്ല. I don't know what is hindering you to run your race, എന്നാൽ നിങ്ങൾക്കത് but മനസ്സിലാക്കാം. you know what is hindering you. Hallelujah. Hallelujah. നമ്മുടെ കോൺഷ്യസ് is a good judge. Your consciousness is a good judge. ഞാൻ എവിടെയാണ് തളർന്നു നിൽക്കുന്നത്? Where are you weakened? Hallelujah. Hallelujah. Identify. Identify your weakness. Number three, Number three, deal with your sin. deal with your sin. Deal with the sin. Deal with the sin. Hallelujah. പാപങ്ങളെ നമ്മൾ ഡീൽ ചെയ്യണം. You need to deal with the sin. അതിനെ You മാറ്റിയെടുക്കണം. need to change the sin. Number four. Number four, Stay faithful even when things gets hard. stay faithful even when things get hard. Number five. Number five, Run your race by focusing on your calling. run your race by focusing on your calling. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. All eyes closed. കർത്താവിനോട് പ്രാർത്ഥന. And let's pray. കരുണയുള്ള ഞങ്ങളുടെ കർത്താവ്, Oh Lord, our Heavenly Father, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി I thank you for this wonderful time. ഇന്ന് പകലിലും ആത്മതലങ്ങളിൽ ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി. Thank you, Father God, for you have spoken to ഞങ്ങളുടെ us. ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തെ തളർത്തുന്ന എല്ലാ ശക്തികളെയും ഈ ദിനങ്ങളിൽ കർത്താവേ അതിനെ മനസ്സിലാക്കി ഹല്ലേലൂയ വിശ്വസ്തയോടെ പ്രത്യാശയോടെ കരുതലോടെ ഓടുവാൻ സഹായിക്കണം. Father God, we pray that, Father God, anything that hinders our Christian run, Father God, take it away, Father God, so we may be able to run with perseverance. ഹല്ലേലൂയ. Hallelujah. ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. We give the children of the Lord into your hands. ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേക കരുത്ത് നൽകണമേ. God, give them special strength. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കൾക്ക് തുണയായിരിക്കണമേ. Let the Holy Spirit be their helper. അവരുടെ ജീവിത യാത്രയില് അവരുടെ ജീവിതത്തിനെതിരായി ഹല്ലേലൂയ വരുന്ന ഓളങ്ങളെ അവിടുന്ന് ശാസിക്കണമേ. Father God, any waves that is coming against them, Father God, calm it to be peaceful, Lord. ഹല്ലേലൂയ ദൈവ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകി Father കൊടുക്കണമേ. God, fill them with the abundance of your grace. in their lives. പ്രത്യാശയെ തളർത്തുന്ന വിശ്വാസത്തെ തളർത്തുന്ന ഹല്ലേലൂയ ആത്മീകത്തിന് കോട്ടം വരുത്തുന്ന എല്ലാ ദുഷ്ട പ്രവൃത്തികളെയും ഇന്ന് പകൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വഴിമാറുവാൻ കൽപ്പിക്കുകയാണ്. Father God, we pray that any powers of darkness that is coming against the race that they are running with perseverance, any powers of darkness, we rebuke it in the name of Jesus. ജയത്തിന്റെ ജയം കൊണ്ടാടുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കും. Father God, help your children to celebrate കുടുംബ victories. ജീവിതത്തിൽ ജയം നൽകണമേ. Father God, give them victory in their family life. വ്യക്തിപരമായ ജീവിതത്തിൽ ജയം Give നൽകണമേ. them victory in their personal സഭാ life. ജീവിതത്തിൽ ജയം നൽകണമേ. Give them victory in their church വിശ്വാസ life. ജീവിതത്തിൽ ജയം Give നൽകിക്കൊണ്ടിരിക്കണം. them victory in their faith ഇന്ന് life. പകൽക്കാലം അവിടുന്ന് ഞങ്ങൾ ഇടപെട്ടതിന് നന്ദി. Thank you for speaking to us ഞങ്ങളെ today. വിളിച്ച വിളിയെ എപ്പോഴും ഓർക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. Father God, help us remember the calling in our lives. ഞങ്ങൾക്ക് മുൻപായി വെച്ചിരിക്കുന്ന ഓട്ടത്തെ ക്രിസ്തു യേശുവിനെ നോക്കി ഓടുവാൻ ഞങ്ങളെ സഹായിച്ചു. Father God, help us run the race that you put in us by looking at ഇന്ന് Jesus. പകലിലും ഞങ്ങളെ തൊട്ടതിന് നന്ദി. Thank you for speaking to us. വചനം അടിച്ചതിന് നന്ദി. Thank you for sending your word. സൗഖ്യമാക്കിയതിന് നന്ദി. Thank you for healing us. ഞങ്ങളുടെ കരങ്ങളിലേക്ക് We സമർപ്പിക്കുന്നു. give ourselves into your ഞങ്ങൾ hands. തിരിച്ച ഭവനത്തിലേക്ക് കടന്നു We പോകുമ്പോൾ are going back home. ഞങ്ങൾക്ക് സാന്നിധ്യം നൽകണം. Give us your presence, Lord. അടുത്ത ആഴ്ചയുടെ ഓരോ ദിവസങ്ങളും വിജയകരമായ ജീവിതം നയിച്ചെടുപ്പാൻ ഞങ്ങളെ സഹായിച്ച Father God, in the coming week, help us live a victorious life every day, Lord Jesus. ഹല്ലേലൂയ. Hallelujah. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. We give ourselves into your hands. ഏൽപ്പിക്കുന്നു. In Jesus' ഞങ്ങളുടെ name. മക്കളെ സഹായിക്കും. Bless your children. യാചന കേട്ടല്ലോ. Thank you for hearing. യേശുവിൻ നാമത്തിൽ In തന്നെ Jesus' name we pray. ആമേൻ.